ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്. ദിസ് ഈസ് അഫീഫ് അലി PT. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിൽ മാർച്ചിലേക്ക് SSLC പരീക്ഷ എഴുതാൻ പോവുകയാണ് നമ്മൾ. പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞ പലരും മറന്നു കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യത്തിൽ. ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ പഴയതൊക്കെ മറക്കുന്ന ഒരു രീതി പലർക്കുമുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറന്ന സമയത്ത് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ പഠിച്ച സമാന്തര ശ്രേണി അരിതമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടോ? ആ പഴയ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? ചോദ്യം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം ചെയ്യേണ്ട രീതിയൊക്കെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിക്കുക. അങ്ങനെ വരുന്നില്ലെങ്കിൽ, കേട്ടതായിട്ട് പോലും ഓർമ്മയില്ലെങ്കിൽ, നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാവേണ്ട സമയമായി. കാരണം ഡിസംബർ ക്രിസ്മസ് പരീക്ഷയാണ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി 2 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകും. ഏപ്രിൽ മെയ് മാസത്തിൽ റിസൾട്ടും വരും. ഇതൊക്കെ തീർച്ചയാക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി പഠനത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാവരും സെറ്റായി ഉഷാറായിരിക്കുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണ് അരിതമാറ്റിക് സീക്വൻസിലെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ ഈ ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റ് മുഴുവൻ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായി ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്, അടിപൊളിയാണെന്നാണ് അർത്ഥം. പക്ഷേ നിങ്ങൾക്കിത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിച്ച് മാറാനുള്ള പണി എന്താ വെച്ചാൽ നമ്മൾ എടുക്കണം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് നേരെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? The fourth term of an arithmetic sequence is 80 and 7th term is 60. എന്താ മലയാളം? ഒരു സമാന്തര ശ്രേണിയിലെ 4ാമത്തെ പദം 80 ആണ്, 7ാമത്തെ പദം 60 ആണ് അല്ലേ? 4th term is 80 and 7th term is 60. എന്താ കാണേണ്ടത്? ഈ ശ്രേണിയിലെ 10ാം പദം കാണുക. വാട്ട് ഈസ് ദി 10th term? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ആദ്യ പദം കാണണം. അപ്പൊ 2 ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. 4ാം പദം 80 ആണ് അല്ലെ? 4th term is 80 and 7th term is 60. 7ാം പദം 60. ഈ 2 ഡാറ്റയെ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കാണേണ്ടത് ഏതാ? 10th term, 10ാം പദം കാണണം. ഫസ്റ്റ് ടേം, ആദ്യ പദവും കാണണം. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കറിയാം എന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കാം. ആദ്യം തന്ന ഡാറ്റ എഴുതുക. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും തന്ന ഡാറ്റ എഴുതിയാൽ തന്നെ അതിൽ പകുതി ശരിയാവും. ആദ്യം എന്താ? 4th term എത്രയാണ് തന്നിട്ടുണ്ട്? 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 4th term x4 is equal to 80. പിന്നെയോ 7th term എത്രയാണ് തന്നിട്ടുണ്ട്? 60. x7 is equal to 60 ആണെന്നും തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, 2 ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണണം. സമാന്തര ശ്രേണിയിൽ അരിതമാറ്റിക് സീക്വൻസിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസിലും ആവശ്യമാണ്. എളുപ്പമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പറയുമ്പോൾ വലിയ സംഭവം തോന്നും. എന്താ? 60ഉം 80ഉം കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ 7ഉം 4ഉം കുറയ്ക്കുക. വെരി സിമ്പിൾ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 60 മൈനസ് 80 ബൈ 7 മൈനസ് 4. സെറ്റ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക? 60ൽ നിന്നും 80 കുറക്കണം. 60ൽ നിന്നും 80 കുറച്ചാൽ എത്രയാണ്? -20 ബൈ 7 മൈനസ് 4. 7ൽ നിന്നും 4 കുറച്ചാൽ എത്രയാണ്? 3 ആണ് കിട്ടുക. ഒന്ന് നോക്കിക്കേ. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്ര കിട്ടിയത്? -20/3. കേട്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ഭിന്നസംഖ്യ ഫ്രാക്ഷൻ കണ്ട പകുതി പോയി, ബാക്കി ഒരു മൈനസും കൂടി വന്നാൽ മുഴുവൻ പോയി. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് അന്തം വിട്ടിരിക്കരുത്. വളരെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സാധനം തന്നാൽ ഉറപ്പിച്ചോ, ഇത് ക്യാൻസൽ ചെയ്ത് പോവാനുള്ള, വെട്ടിപ്പോവാനുള്ള എന്തെങ്കിലും ഇടപാട് അതിന്റെ താഴെ ഉണ്ടാവുന്ന 100% ഉറപ്പാണ്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ടഫാണെന്ന് വിചാരിച്ച് അന്തം വിട്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്കിതിന്റെ ബാക്കി ചെയ്താൽ നമുക്കിതിന്റെ ആൻസറിലേക്ക് പെട്ടെന്ന് പോവാം. ഒന്ന് നോക്കിക്കേ, എന്താണ് എ ക്വസ്റ്റ്യൻ? x10 10ാം പദം കാണണം. എന്താണ്? 10ാം പദം കാണണം. വളരെ എളുപ്പമാണ്. 10ാം പദം കാണാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 7ാമത്തെ പദം ഉണ്ട്, x7 ഉണ്ട്, 7th ടേം ഉണ്ട്. ഒന്ന് നോക്കിക്കേ, 7th കൂടെ ഒരു കോമൺ ഡിഫറൻസ്, ഒരു പൊതുവ്യത്യാസം കിട്ടി. അപ്പൊ 8ാം പദം കിട്ടും. വീണ്ടും ഒരു പൊതുവ്യത്യാസം കിട്ടി, 9ാം പദം കിട്ടും.
വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂട്ടി എത്രാമത്തെ കിട്ടും? 10ാമത്തെ പദം കിട്ടും. അപ്പൊ നോക്കിക്കേ, 7ാമത്തെ പദത്തിന്റെ കൂടെ x7ന്റെ കൂടെ ഒരു പൊതുവ്യത്യാസം, 2 പൊതുവ്യത്യാസം, 3 പൊതുവ്യത്യാസം. എത്ര കൂട്ടിയാൽ മതി? 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10th ടേം 10ാമത്തെ പദം കിട്ടും. സെറ്റ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 7ാമത്തെ പദം എത്രയാണ്? 60 പ്ലസ് 3 ഇൻറ്റു ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? -20/3. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇത് ക്യാൻസൽ ചെയ്യാനുണ്ടാവും. ഇതാ ഈ മൂന്നും നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയാണ്? 60 പ്ലസ് -20. 60 പ്ലസ് -20. മൈനസ് മറക്കരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ ആര് നിൽക്കും? ആരോടും. പ്ലസും മൈനസും അടുത്തടുത്ത് നിന്നാൽ പ്ലസ് ഓടും, ആര് നിൽക്കും? മൈനസേ നിൽക്കൂ. അപ്പൊ 60 - 20 എത്രയാണ്? 60 - 20 എത്രയാണ്? 40. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് കിട്ടി 10th ടേം 10ാമത്തെ പദം എത്ര കിട്ടി? 40 കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി നമുക്ക് കിട്ടാനുള്ളത് ഏതാ? ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ ആൻസർ കാണാനുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ആദ്യ പദം എത്രയാണ്? ആദ്യ പദം കിട്ടാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ടടാ? x4 ഉണ്ട്. ഒന്ന് നോക്കിക്കേ, നമ്മൾ ചെയ്യാൻ പോവാം. നമുക്ക് കാണേണ്ടത് x1 ആദ്യ പദം. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? x4 ഉണ്ട്. 4ാം പദത്തിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറച്ചു, അപ്പൊ 3ാം പദം. വീണ്ടും ഒരു പൊതുവ്യത്യാസം കുറച്ചു, 2ാം പദം. വീണ്ടും ഒരു പൊതുവ്യത്യാസം കുറച്ചു, 1ാം പദം. അപ്പൊ 4th ടേമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ്, 2ാമത്തെ കോമൺ ഡിഫറൻസ്, 3ാമത്തെ കോമൺ ഡിഫറൻസ്. അപ്പൊ 4ാമത്തെ പദത്തിൽ നിന്നും 3 പൊതുവ്യത്യാസം കുറച്ചാലാണ് എന്ത് കിട്ടുക? 1ാമത്തെ പദം ആദ്യ പദം കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു 4ാം പദം എത്രയാണെന്ന് നമുക്കറിയാം? 80 ആണ്. 80 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയായിരുന്നു? -20/3. സെറ്റ് അല്ലേ? -20/3. എടാ ഇവിടെയും നോക്കിക്കേ, 3 പോയി. ബാക്കി എത്രയാണ്? 80 മൈനസ് -20. 80 മൈനസ് -20. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ എന്താകും? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ പ്ലസ് ഓടും. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്തായി മാറും? പ്ലസ് ആയി മാറും. അപ്പൊ 80 പ്ലസ് 20. 80 പ്ലസ് 20 എത്രയാണ്? 100. അതെല്ലാവർക്കും അറിയാം. 80 പ്ലസ് 20 എത്രയാണ്? 100. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് 1ാമത്തെ പദം കിട്ടി. എത്രയാണ്? 100. 10ാമത്തെ പദം 10th ടേം കിട്ടി. എത്രയാണ്? 40. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഡാറ്റയാണ് തന്നത്. ആ 2 ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടു, പൊതുവ്യത്യാസം കണ്ടു. ആ പൊതുവ്യത്യാസത്തിൽ നിന്ന് നമ്മൾ 10ാമത്തെ ടേം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1ാമത്തെ ടേം 100 കണ്ടു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ആൾജിബ്രയാണ്, ബീജഗണിതമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അരിതമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് മാത്രമൊന്നും ഇല്ലടാ, സംഭവം എളുപ്പ. ഇവിടെ നോക്കിക്കോ. റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം ആണ് എഴുതേണ്ടത്. ഏതിന്റെ? സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 6, 10, 14. എന്താ? 6, 10, 14 എന്ന് പറയുന്ന അരിതമാറ്റിക് സീക്വൻസ്, അതിന്റെ ആൾജിബ്ര കാണണം. ഏതിന്റെ? ഫസ്റ്റ് n ടേംസിന്റെ സമ്മിന്റെ ആൾജിബ്ര. ആൾജിബ്ര ഓഫ് ദി സം അതാണ് കാണേണ്ടത്. മലയാളം ഉണ്ട്, ടെൻഷൻ ആവണ്ട. 6, 10, 14 ഇതാണ് നമ്മുടെ ശ്രേണി. ഇത് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ബീജഗണിത രൂപത്തിൽ എഴുതണം. അതായത് തുകയുടെ ബീജഗണിതമാണ് കാണേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ചോദ്യം കിട്ടിയാൽ ആദ്യം എന്ത് എഴുതണം? തന്ന കാര്യങ്ങൾ എഴുതണം. ഒന്ന് പറഞ്ഞേ, ഏതാണ് നമ്മുടെ ശ്രേണി? 6, 10, 14 എക്സെട്ര. റെഡി അല്ലേ? 6, 10, 14 എക്സെട്ര. ഇതില് x1 ആദ്യ പദം എത്രയാണ്? 6 ആണ്. ആദ്യ പദം എത്രയാണ്? 6. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാന്ന് നോക്കിക്കേ. 6 കൂടെ എത്ര കൂട്ടിയപ്പോഴാണ്? 10. 10ലൂടെ എത്ര കൂട്ടിയപ്പോഴാണ്? 14. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. വെരി സിമ്പിൾ. നമുക്ക് കാണേണ്ടത് ആൾജിബ്ര ഓഫ് സം ആണ്, തുകയുടെ. അപ്പൊ Sn സമം, കേഷനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, Sn സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. റെഡി അല്ലേ? ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ? റെഡിയാണ്. ഇനി നമുക്ക് ഇതിൽ കാണേണ്ടത് ഒന്ന് നോക്കിക്കേ. ഇതിലെന്താ കാണേണ്ടത്? Sn തുകയുടെ ബീജഗണിതമാണ് കാണേണ്ടത്. അതിന് x1 അറിയണം, xn അറിയണം. x1 എത്രയാണ്? നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 ആണ്. xn നമുക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താ? xn കാണണം. xn സമം ഇക്വേഷൻ പറഞ്ഞേ dn പ്ലസ്
എഫ് മൈനസ് ഡി. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ മറക്കരുത് xn സമം ഡി ഫോർ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 4n പ്ലസ് എഫ് എത്രയാണ്? ആദ്യ പദം 6 മൈനസ് 4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് 2. അപ്പൊ നമുക്ക് xn കിട്ടി. എത്ര കിട്ടിയത്? 4n പ്ലസ് 2 ആണ് കിട്ടിയത്. റെഡി അല്ലേ? നമുക്ക് എന്താ കിട്ടിയത്? xn കിട്ടി 4n പ്ലസ് 2. നമുക്ക് x1 അറിയാം 6. ഇനി നമ്മൾ നേരെ ഏത് ഇക്വേഷൻ കൊടുത്താൽ മതി? ഇതാ SN ഇക്വേഷൻ കൊടുത്താൽ മതി. SN സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതിയെന്നുള്ളൂ കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു n/2 അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. n/2 അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ഒന്ന് പറഞ്ഞേ, x1 എത്രയാണ്? 6 പ്ലസ് xn എത്രയാണ്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. എത്രയാണ്? 4n പ്ലസ് 2. റെഡി അല്ലേ? 4n പ്ലസ് 2. ദിസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 6 പ്ലസ് 2 8 ആണ്. പിന്നെ ഇവിടെ ഒരു 4n ഉണ്ട്. അപ്പൊ 4n ഞാൻ ആദ്യം എഴുതി, പ്ലസ് 6ഉം 2ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 8 ആണ്. റെഡി അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഒന്ന് നോക്കിക്കേ, ഈ n/2നെയും കൊണ്ട് 4n-നെയും 8-നെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ഒന്ന് പറഞ്ഞേ. 4n സ്ക്വയർ ബൈ 2 അല്ലേ? n ഇൻറ്റു n സ്ക്വയർ ആണ്. പിന്നെ ഒരു 4 ഉണ്ട്, ബൈ 2 ഉണ്ട്. പ്ലസ് ഒന്ന് പറഞ്ഞേ, n ഇൻറ്റു 8. n ഇൻറ്റു 8 എത്രയാണ്? 8n ബൈ 2. ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത ബാക്കി എത്ര ഉണ്ടാവുക? 2 ആണ്. 8ഉം 2ഉം ക്യാൻസൽ ചെയ്ത ബാക്കി എത്ര ഉണ്ടാവുക? 4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു SN ഇസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 4n. അപ്പൊ നമുക്ക് ബീജഗണിതം കിട്ടി. എന്തിന്റെ ബീജഗണിതം? തുകയുടെ ബീജഗണിതം. ആൾജിബ്ര ഓഫ് ദി സം. എത്ര കിട്ടിയത്? 2n സ്ക്വയർ പ്ലസ് 4n. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇത് എങ്ങനെയാണ് വന്നത് എന്ന് ഓർമ്മ ഉണ്ടല്ലോ? എങ്ങനെയാണ് വന്നത്? ആദ്യം നമ്മൾ ശ്രേണി തന്ന സീക്വൻസ് എഴുതി, അതിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതി, നമുക്ക് ആൾജിബ്ര ഓഫ് ദി സം, തുകയുടെ ബീജഗണിതം കാണാനുള്ള ഇക്വേഷൻ എഴുതി. അതിൽ നമുക്ക് xn അറിയില്ലായിരുന്നു. xn നമ്മൾ കണ്ടു. അതെല്ലാം കൂടി ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൾജിബ്ര ഓഫ് ദി സം, തുകയുടെ ബീജഗണിതം കിട്ടി. സെറ്റ് അല്ലേ? എത്രയാണ്? 2n സ്ക്വയർ പ്ലസ് 4n കിട്ടി. കഴിഞ്ഞോ? നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. ഇനി എന്താ? ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? അപ്പൊ തുകയാണ്, സം ആണെന്ത്? 880. അപ്പൊ SN സമം അതാണെന്ത്? 880 എഴുതി വെച്ചു. ഇനി SN എത്രയാണ്? 2n സ്ക്വയർ അല്ലെ? SN എത്രയാണ്? 2n സ്ക്വയർ പ്ലസ് 4n. ഇത് എവിടുന്നാ കിട്ടിയത്? അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. അത് നമ്മൾ എന്ത് എഴുതി? 880 എഴുതി. ഒന്ന് നോക്കിക്കേ, ഇതിനൊന്നും ചെറുതാക്കാം. എല്ലാ ഇക്വേഷനെയും എല്ലാത്തിനെയും എല്ലാ ടേമിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ 4ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്രയായിരിക്കും? 2 ആയിരിക്കും. 880-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 880-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പകുതി കാണാണ്. അപ്പൊ പകരം എത്ര കിട്ടും? 440 കിട്ടും. അപ്പൊ n സ്ക്വയർ പ്ലസ് പറഞ്ഞ n സ്ക്വയർ പ്ലസ് 2n is equal to 440. 440 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ നാലാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാം കൃതി സമവാക്യത്തിൽ സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞേ. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 സ്ക്വയർ is equal to 440 പ്ലസ് 1 സ്ക്വയർ. എങ്ങനെ ഇവിടെ 1 സ്ക്വയർ വന്നത്? n-ന്റെ കോഎഫിഷ്യന്റ് ആയ 2, ആ 2-ന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക അല്ലെ? n-ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. നേരെ ബാക്കിയിലേക്ക് പോവാണ്. ഇതൊന്ന് നോക്കിക്കേ. ഇത് a സ്ക്വയർ പ്ലസ് ഏത് രൂപത്തിലാണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ രൂപത്തിലാണ്. അതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയറിനെ ഏത് രൂപത്തിലേക്ക് മാറ്റണം? പറഞ്ഞേ. a പ്ലസ് bd ഹോൾ സ്ക്വയർ. എങ്ങനെ a പ്ലസ് bd ഹോൾ സ്ക്വയർ ആക്കുക? a പ്ലസ് bd ഹോൾ സ്ക്വയർ n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 440 1. എത്രയാണ്? 441. അടുത്തത് n പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്തായി? റൂട്ട് 441 സമം എത്ര കിട്ടി? 21. അപ്പൊ റൂട്ട് 441 എത്രയാണ്? 21. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും റൂട്ടും നിങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കണം.
ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. എപ്പോൾ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പാകത്തിന് നിങ്ങളത് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ലോജിക്കലി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. കോപ്പി അടിക്കരുത്. അടുത്തത് n+1 എന്ന് പറയുന്നത് 21 ആണ്. നമുക്ക് n+1 ആണോ കാണേണ്ടത്? അല്ല, n=, എടാ ഈ +21 അപ്പുറത്ത് +1 അപ്പുറത്ത് പോയാൽ എന്തായി? -1 ആയി. 21 - 1 n= എത്ര കിട്ടി? 20 കിട്ടി. ഇതിപ്പോ എന്താ മനസ്സിലായത്? എന്താണ് ഈ ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? എത്രയാണ്? 20. അപ്പൊ 6, 10, 14 എന്ന് പറയുന്ന അരിതമാറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് എന്ത്? 880. റെഡി അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഒന്നുകൂടി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആദ്യം നമ്മളോട് ബീജഗണിതം, ആൾജിബ്ര ഓഫ് ദി സം, തുകയുടെ ബീജഗണിതം കാണാൻ പറഞ്ഞു. നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളോട് എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? n കാണാനാണ്. n നമ്മൾ കണ്ടു. അതിനെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ 5ാമത്തെ ചാപ്റ്ററിന്റെ സഹായം കൂടി നമ്മൾ തേടി. അങ്ങനെ n=20. ആദ്യത്തെ 20 പദങ്ങൾ കൂട്ടിയാലാണ് 880 കിട്ടിയാന്ന് മനസ്സിലായി. സെറ്റല്ലേ? ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും SSLC പരീക്ഷയ്ക്ക് ഉണ്ടാവും, 100% ഉറപ്പാണ്. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിക്കേ, എടാ ഒന്ന് നോക്കിക്കേ. ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? 40. ആദ്യത്തെ 5 എണ്ണം കൂട്ടിയാൽ 40 ആണ്. Then the sum of first 13 term is 260. ആദ്യത്തെ 13 എണ്ണം കൂട്ടിയാൽ എത്രയാണ്? 260. ആദ്യത്തെ 5 എണ്ണം കൂട്ടിയാൽ 40 ആണ്. ആദ്യത്തെ 13 എണ്ണം കൂട്ടിയാൽ എത്രയാണ്? 260. റെഡി അല്ലേ? മലയാളം അവിടെ ഉണ്ട്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40, ആദ്യത്തെ 13 പദങ്ങളുടെ തുക 260. സെറ്റ് അല്ലേ? ഇനി കാണേണ്ടത് എന്താ? വാട്ട് ഈസ് ദി തേർഡ് ടേം? 3ാം പദം കാണണം അല്ലേ? 3ാം പദം കാണണം. പിന്നെയോ 7ാം പദം. വി ഹാവ് ടു ഫൈൻഡ് ദി 7th ടേം. 7ാം പദവും കാണണം, 3ാം പദവും കാണണം, 7ാം പദവും കാണണം. വളരെ എളുപ്പം. അപ്പൊ ആദ്യം തന്ന ഡാറ്റ എടുക്കുക. ആദ്യം തന്ന ഡാറ്റ എന്താ? 5 പദങ്ങളുടെ തുക 40. എഴുതിക്കോ. 5 എണ്ണം കൂട്ടണം. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5. എടാ ഈ 5 പദം, ഒന്നാമത്തെ പദം x1 ആണ്, സെക്കൻഡ് ടേം x2, അങ്ങനെ 5 എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 40 കിട്ടണം. ഇനി നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തിൽ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. എന്താ? നമ്പർ ഓഫ് ടേംസ്. പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതിന്റെ സമ്മ്, തുക കാണാൻ മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? സമ്മ് കാണാൻ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഓടാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ സമ്മ് കാണാൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇതിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണമാണ്. പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് ഓടാണ്. അപ്പൊ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? പറഞ്ഞ മിഡിൽ ടേം. മിഡിൽ ടേം എത്രയാണ് ഇവിടെ? x3. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം. 5 = 40. റെഡി അല്ലേ? അപ്പൊ x3 × 5 = 40 കിട്ടി. അതിൽ നിന്നും x3 = 40 ഗുണിക്കണം 5 അപ്പുറത്തേക്ക് പോയാൽ ഡിവൈഡഡ് ബൈ 5. x3 മൂന്നാമത്തെ പദം 40/5 എത്ര കിട്ടി? 8 കിട്ടി. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഐഡിയ എന്താണ്? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ സമ്മ് കാണാൻ മിഡിൽ ടേം ഇൻറ്റു, എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 1, 2, 3, 4, 5 അല്ലെ? 5 കൊണ്ട് ഗുണിക്കണം. ഏതിനെ? മിഡിൽ ടേമിനെ. റെഡി അല്ലേ? അപ്പൊ x3 × 5 = 40. x3 = 40/5. x3 = 40/5 എത്രയാണ്? 8 കിട്ടി. എടാ അതേപോലെ തന്നെ നമുക്ക് കാണേണ്ടതാണ് എന്ത്? അടുത്തത് 7ാമത്തെ പദം. അതിന് വേണ്ടി നമ്മൾ എടുത്തത് എന്താ? ആദ്യത്തെ 13, S13. ആദ്യത്തെ 13 എണ്ണത്തിന്റെ തുകയാണ് നമുക്ക് എന്ത് തന്നത്? 260 തന്നത്. അപ്പൊ x1, x2, x3, x4 അങ്ങനെ 13 എണ്ണം കൂട്ടിയാലാണ് എന്ത്? 260. ഒന്ന് നോക്കിക്കേ, 13 എണ്ണം കൂട്ടണം. 13 എണ്ണം എന്ന് പറഞ്ഞാൽ 13 ഒരു ഓഡ് നമ്പർ ആണല്ലോ, ഒറ്റ സംഖ്യ ആണെങ്കിലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. എടാ 13 സംഖ്യ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കത്തെ സംഖ്യ ഏതായിരിക്കും? 7ാമത്തെ സംഖ്യ ആയിരിക്കും. x7 ×
x7 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം 13 സമം എത്ര കിട്ടണം? 260. റെഡിയല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏഴാമത്തെ പദം x7 ആണ് കാണേണ്ടത്. 260/13 എളുപ്പ. 26 എത്ര 13 ഉണ്ട്? 2. അപ്പൊ x7 is equal to 20. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എന്താ കിട്ടിയത്? ഏഴാമത്തെ പദം എത്ര കിട്ടി? 20. അതുപോലെ മൂന്നാമത്തെ പദം എത്ര കിട്ടി? 8. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒട്ടുമിക്ക എല്ലാ കൺസെപ്റ്റിലൂടെയും കണ്ടന്റിലൂടെയും ഓടിച്ചു പോകാൻ പറ്റത്തക്ക രീതിയിലുള്ള 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ, 2ഉം 3ഉം ഓർമ്മയുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യനും അടിച്ചു പൊളിച്ച് സെറ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് എടുത്ത് നോക്കി ഈ വീഡിയോ ഒന്ന് കണ്ട് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യുക. ഡൗട്ട് വരുമ്പോൾ മാത്രം വീഡിയോ നോക്കുക. ആ രീതിയിൽ പഠിച്ച് സെറ്റായിട്ട് പോവുക. നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ തന്നെ എടുക്കാൻ കാരണം ഇത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അരിത്മാറ്റിക് സീക്വൻസ് ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അരിത്മാറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. അതുകൊണ്ട് ഇത് പോരാത്തതിന് നമ്മൾ ആദ്യം പഠിച്ചതാണ്, ജൂൺ ജൂലൈ മാസത്തിൽ പഠിച്ചതാണ്. ട്യൂഷൻ സെന്ററിലാണെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത് എന്ന് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഡിസംബർ ആദ്യ ആഴ്ച മുതൽ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ, അതുപോലെ കീ കൺസെപ്റ്റ്, കണ്ടന്റ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം അടങ്ങി അടിപൊളി സെറ്റ് ആയിട്ടുള്ളൊരു പാക്കേജാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഈ അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാകരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.